അഭിപ്രായവും പറഞ്ഞത്. നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്. അവിടെ മുഖ്യമന്ത്രി വിജയ് നിയമസഭയിൽ സംസാരിക്കുന്നു. തത്സമയം மாண்புமிகு பேரவை துணைத் தலைவர்கள் நன்றி உரையாற்றுவார்கள். ஹலோ. மாண்புமிகு பேரவை தலைவர் அவர்களே, வாழ்த்த வயதில்லை, ஆகையால் உங்களை வணங்குகின்றேன். வரலாற்று சிறப்புமிக்க മുഖ്യമന്ത്രി വിജയ് നിയമസഭയിൽ സംസാരിക്കുകയാണ്. ഇന്നലെയാണ് അദ്ദേഹം മുൻ മുഖ്യമന്ത്രി സ്റ്റാലിനെ നേരിട്ട് പോയി അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് കണ്ടത്. ഉദയനിധി സ്റ്റാലിനെയും അദ്ദേഹം കണ്ടിരുന്നു. ഇന്നിപ്പോൾ നിയമസഭയിൽ സംസാരിക്കുകയാണ്. തത്സമയം അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകും. கொண்ட கட்சிகள் இங்கே இடம் பெற்றிருந்தாலும் அவர்களுடைய கருத்துகளுக்கும் அதிக எண்ணிக்கை பெற்ற தமிழக வெற்றி கழக உறுப்பினர்கள் தெரிவிக்கும் கருத்துகளுக்கும் சமமாகவே மதிப்பளிக்கப்பட்டு நல்லவை ஏற்கப்பட்டு அல்லவை நிராகரிக்கப்பட்டு ஜனநாயகத்தின் இதயமாகவும் மூளையாகவும் இப்பேரவை செயல்பட வேண்டும். அதற்குரிய வகையில் பெருமை வாய்ந்த வரலாற்று சிறப்பு கொண்ட இப்பேரவையை நடத்தி செல்லும் பண்பை பெற்றுள்ளவரையே தமிழக வெற்றி கழகம் முன்மொழிந்து தாங்கள் இன்றைக்கு இந்த ஆசனத்தில் அமர்ந்துள்ளீர்கள். மாண்புமிகு பேரவைத் தலைவர் அவர்களே, தாங்கள் பேரவைத் தலைவராக ஒருமனதாக தேர்ந்தெடுக்கப்பட்டுள்ளீர்கள். தங்களை இந்த ஆசனத்தில் மாண்புமிகு பேரவை முன்னவரும் எதிர்க்கட்சி தலைவரும் தங்களுடைய கரங்களை பிடித்து அழைத்து சென்று அமர வைத்தார்கள். இந்த சம்பிரதாயம் எப்படி வந்தது என்று சொன்னால் சுவாரஸ்யமாக இருக்கும். பெரிய வரலாறு சம்பவத்தில் உள்ளது. இங்கிலாந்து நாட்டில் உள்ள பாராளுமன்ற நடைமுறைகளை போன்றதே நம்முடைய பாராளுமன்ற நடைமுறைகளும். மன்னராட்சி இருந்த காலத்திலேயே அங்க பாராளுமன்றம் இயங்கியுள்ளது. அக்காலத்தில் அனைத்து அதிகாரங்களையும் பெற்ற மன்னரும் இருந்தார், பாராளுமன்றமும் இயங்கியது. அங்கே மன்னர் ஒரு பணியை செய்ய வேண்டும் என்று விரும்புவார், பாராளுமன்றம் அவருடைய விருப்பத்தை பெரும்பாலும் நிராகரிக்கும். மன்னர் விரும்பிய காரியத்தை பாராளுமன்றம் நிராகரித்து விட்டது என்கிற செய்தியை വിജയുടെ പ്രസംഗം തുടരുകയാണ്. സ്പീക്കർ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നു തമിഴ്നാട് നിയമസഭയിൽ. സ്പീക്കറെ തെരഞ്ഞെടുത്തതിന് ശേഷം സഭയെ അഭിസംബോധന ചെയ്യുകയാണ് വിജയ്. ഷെബിൻ മെഹബൂബ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഷെബിൻ, സ്പീക്കർ തെരഞ്ഞെടുപ്പും പൂർത്തിയാക്കിയിരിക്കുന്നു. ഇപ്പോൾ സഭയെ അഭിസംബോധന ചെയ്യുന്ന വിജയ് എന്താണ് പറയുന്നത്? സൈഫുദ്ദീൻ, സ്പീക്കർ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. എതിരില്ലാതെയാണ് TVKയിലെ JCD പ്രഭാകർ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്നലെ കത്ത് നൽകിയിരുന്നു, നോമിനേഷൻ നൽകിയിരുന്നു. പക്ഷേ DMKയോ ADMKയോ എതിർ സ്ഥാനാർത്ഥിയെ സമർപ്പിച്ചില്ല. അതോടുകൂടി ഐകകണ്ഠേനെ തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു JCD പ്രഭാകർ. ചെന്നൈയിലെ 1000 ലൈറ്റ്സ് മണ്ഡലത്തിൽ നിന്നുള്ള TVKയുടെ പ്രതിനിധിയാണ് JCD പ്രഭാകർ. അതേപോലെ TVKയിലെ തന്നെ M രവിശങ്കർ ഡെപ്യൂട്ടി സ്പീക്കറായും തെരഞ്ഞെടുക്കപ്പെട്ടു. തെരഞ്ഞെടുപ്പ് ഇരുവരെയും തെരഞ്ഞെടുത്തതിന് ശേഷം ഈ നിയമസഭയുടെ 2ാം ദിനം സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ് മുഖ്യമന്ത്രി വിജയ്. ഇന്ന് തമിഴ്നാട് രാഷ്ട്രീയത്തിലുണ്ടായ ഏറ്റവും പുതിയ ഡെവലപ്മെന്റ് വിജയുടെ ഏറ്റവും വലിയ പ്രഖ്യാപനമാണ്. തമിഴ്നാട്ടിലെ 717 സർക്കാർ മദ്യഷാപ്പുകൾ പൂട്ടാനുള്ള തീരുമാനത്തിലാണ് വിജയ് ഇന്ന് ഒപ്പുവെച്ചത്. തമിഴ്നാട് കോർപ്പറേഷന് കീഴിലുള്ള സ്കൂളുകൾ, അതേപോലെ ആരാധനാലയങ്ങൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവയുടെ 500 മീറ്ററിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാ മദ്യശാലകളും ടാസ്മാക്, തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡിന് കീഴിലുള്ള 717 മദ്യശാലകൾ പൂട്ടാനുള്ള തീരുമാനത്തിലാണ് വിജയ് ഇന്ന് ഒപ്പുവെച്ചത്. വിജയ് ഇതുപോലെയുള്ള ജനങ്ങൾ ആകർഷിക്കുന്ന തീരുമാനങ്ങൾ ഒരുപാട് എടുത്തിരുന്നു. ആദ്യ ദിവസം തന്നെ വിജയ് പ്രഖ്യാപിച്ചത് തമിഴ്നാട്ടിലെ സ്ത്രീ സുരക്ഷയ്ക്കായി സിംഗപ്പെണ്ണ് എന്ന പ്രത്യേക ആർമി രൂപീകരിക്കും, പ്രത്യേക സേന രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതേപോലെ തന്നെ 500 യൂണിറ്റിന് ഉള്ളിൽ ഉപയോഗിക്കുന്ന എല്ലാവർക്കും 200 യൂണിറ്റ് സൗജന്യ വൈദ്യുതി പ്രഖ്യാപിച്ചിരുന്നു. തമിഴ്നാട്ടിലുടനീളം ലഹരി വിരുദ്ധ യൂണിറ്റുകൾ രൂപീകരിക്കുമെന്ന് വിജയ് പ്രഖ്യാപിച്ചിരുന്നു. ആ കൂട്ടത്തിലുള്ള പുതിയ പ്രഖ്യാപനമാണ് 717 മദ്യഷാപ്പുകൾ പൂട്ടും എന്നുള്ളത്. യെസ്, അപ്പോൾ സ്പീക്കറെയും തെരഞ്ഞെടുത്തിരിക്കുന്നു. തമിഴ്നാട് നിയമസഭയിൽ ഇനിയുള്ള കടമ്പ വിശ്വാസ വോട്ടെടുപ്പാണ്.
അതും വിജയകരമായി പൂർത്തിയാക്കാനുള്ള നീക്കങ്ങൾ വിജയ് ഇതിനകം നടത്തിയിട്ടുണ്ടെന്ന ആത്മവിശ്വാസത്തിലാണ് ഉള്ളത്. ഷബീൻ മെഹബൂബാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.